നമസ്കാരമുണ്ട് പ്രിയമിത്രങ്ങളെ. ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് എപ്പോഴും കാണുമെന്ന വിശ്വാസത്തോടെ കഥ ആരംഭിക്കുന്നു. ഞാൻ അഫ്സൽ, ഡിഗ്രി ഫൈനൽ ഇയറിന് കോളേജിൽ പഠിക്കുന്നു. പഠിത്തത്തിൽ വലിയ മോശമൊന്നും അല്ലായിരുന്നു ഞാൻ. വീട്ടിൽ ഉമ്മായും ബാപ്പായും ഒരനിയനുമുണ്ട്. ബാപ്പ ടൗണിൽ കമ്മീഷൻ കട നടത്തുന്നു. ഉമ്മായിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ വീട്ടിൽ കുറച്ച് വസ്തുവകകളൊക്കെ ഉണ്ട്. ഉമ്മ അതിലെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അനിയൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാമ്പത്തികമൊക്കെ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ മധ്യവേനൽ അവധിയായി വീട്ടിൽ അങ്ങനെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കും. വലിയ കൂട്ടുകാരൊന്നും എനിക്കില്ല. നല്ല വേനലായതുകൊണ്ടും അവധിക്കാലമായതുകൊണ്ടും കുട്ടികളെല്ലാം ഉണങ്ങിക്കിടന്ന പാടത്തിൽ വൈകുന്നേരമായാൽ ഭയങ്കര ക്രിക്കറ്റ് കളിയാണ്. ഞാനും അവിടെ പോയി കണ്ടുകൊണ്ട് നിൽക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ കൂടെ കളിക്കാനും കൂടും. പിന്നെ ടൗണിൽ ഇടയ്ക്കിടയ്ക്ക് പോയി സാധനങ്ങൾ വാങ്ങാൻ പോകും. പിന്നെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ബൈക്കും എടുത്ത് ഒറ്റയ്ക്കൊരു ട്രിപ്പ് അങ്ങ് പോകും. പോകുന്ന വഴിയിൽ പെൺകുട്ടികളുടെ വായ്നോട്ടമായിരുന്നു മെയിൻ പണി. വീടിന് കുറച്ച് അകലെയായിട്ടായിരുന്നു ഉമ്മായുടെ അനുജത്തി മാജിദ കൊച്ചുമ്മ താമസിച്ചിരുന്നത്. ഒരു ദിവസം കൊച്ചാപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ അഫ്സലെ, കൊച്ചാപ്പ വീട്ടിൽ കാണില്ലടാ, നീ ഒന്നവിടെ പോയി കൂട്ടുകിടക്കണേ എന്ന്. കാരണം കൊച്ചാപ്പായ്ക്ക് തടിക്കച്ചവടമാണ്. ചിലപ്പോൾ കോയമ്പത്തൂരിലൊക്കെ അതിന്റെ ആവശ്യത്തിനായി പോകും. പോയാൽ 2 ദിവസമൊക്കെ കഴിഞ്ഞേ വരൂ. അവർക്ക് ഇതേവരെ കുട്ടികളൊന്നും ഇല്ല. സാമ്പത്തികമായി വലിയ കുടുംബമാണ് അവരുടേത്. ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും ആരുമായിട്ടും കൊച്ചുമ്മയ്ക്ക് വലിയ സഹകരണമൊന്നുമില്ല. ആകെപ്പാടുള്ള സഹകരണം എന്റെ വീടുമായിട്ടേ ഉള്ളൂ. കൊച്ചാപ്പ എപ്പോ നോക്കിയാലും തടിക്കച്ചവടമായിട്ട് കാശെന്നും പറഞ്ഞ് കിടന്ന ഓട്ടമാണ്. തടിക്കച്ചവടത്തിന്റെ ഇടയിൽ വേറെന്തോ ബിസിനസ്സും കൂടിയുണ്ട് കൊച്ചാപ്പായ്ക്ക്. അല്ലാതെ ഇത്രയും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. കൊച്ചുമ്മയെ കുറിച്ച് പറഞ്ഞാൽ ഒരു 45 വയസ്സ് കാണും. പക്ഷെ കണ്ടാൽ അത്രയൊന്നും പറയില്ല കേട്ടോ. കാണാൻ അതിസുന്ദരിയാണ്. നല്ല വെളുത്തു ചുമന്ന് ആര് കണ്ടാലും ഒന്ന് നോക്കും. കൊച്ചുമ്മയുടെ ആ മേൽചുണ്ടിലെ ആ കുനുകുനുത്ത മീശയായിരുന്നു ഹൈലൈറ്റ്. ഞാനും കൊച്ചുമ്മയും കൂട്ടുകാരെ പോലെയായിരുന്നു ഇടപെട്ടിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചുമ്മയുടെ വീട്ടിൽ പോകുമായിരുന്നു. അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ ഒരു ദിവസം കൊച്ചുമ്മയുടെ വീട്ടിൽ ഇതേപോലെ കൂട്ടുകിടക്കാൻ പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ജനലിലൂടെ മുറ്റത്തേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ രാവിലെ കണ്ട കണി കൊച്ചുമ്മ മുറ്റം തൂക്കുന്നതാണ്. ഒരു നൈറ്റിയാണ് വേഷം. അത് മേലോട്ട് പൊക്കിക്കുത്തി കുനിഞ്ഞു നിന്ന് മുറ്റം തൂക്കുന്ന ആ കാഴ്ച, ഹോ, എന്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയി. പെട്ടെന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. ഞാൻ കിടക്കുന്ന മുറിയിൽ ബാത്റൂം ഇല്ല. പിന്നെ ഒരു കോമൺ ബാത്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ബാത്റൂമിലെല്ലാം പോയി കുറച്ചു കഴിഞ്ഞ് ഇറങ്ങി നോക്കുമ്പോൾ കൊച്ചുമ്മ തൂപ്പെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ പണിത്തിരക്കിലായിരുന്നു. ഞാൻ കൊച്ചുമ്മയെ അവിടെ നിന്നുകൊണ്ട് അടിമുടിയൊന്ന് നോക്കി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ കൊച്ചുമ്മ എന്നെ കണ്ടു. നീ എപ്പോൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി? ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ നിന്നെ ബെഡ്റൂമിലെങ്ങും കണ്ടില്ലല്ലോടാ. ഞാൻ കൊച്ചുമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേറ്റു. ആ, എന്നാൽ ശരി, പോയി പല്ല് തേച്ചിട്ട് വരാ, കാപ്പി കുടിക്കാം. ഞാൻ പോയി പല്ലൊക്കെ തേച്ച് കാപ്പി കുടിക്കാനായി ചെന്നിരുന്നു. കൊച്ചുമ്മ നല്ല ചൂട് ദോശയും ചമ്മന്തിയും കൊണ്ടുവച്ചു. കൊച്ചുമ്മയും അടുത്ത കസേരയിൽ വന്നിരുന്നു. നീ എപ്പോഴാ പോകുന്നേ? കൊച്ചുമ്മ ചോദിച്ചു. എന്റെ മനസ്സിൽ രാവിലത്തെ ആ കാഴ്ചയിൽ ചെറിയൊരു കുറ്റബോധം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, കൊച്ചുമ്മ, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പോകും. അങ്ങനെ കാപ്പികുടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പോകാനായി അവിടെ നിന്നിറങ്ങി. ഞാൻ പോകുന്നതിൽ കൊച്ചുമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ ബൈക്കും എടുത്ത് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് തെക്കേ വീട്ടിൽ താമസിക്കുന്ന വാസന്തി ചേച്ചി അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് എന്നോടൊരു ചോദ്യവും. എന്താ അഫ്സലേ പോകുന്നത്? ഇവിടെ കൊച്ചുമ്മ മാത്രമല്ലേ ഉള്ളൂ, ഇപ്പോൾ പോയി എന്തോ ചെയ്യാനാ? ഞാൻ പറഞ്ഞു, വാസന്തി ചേച്ചി, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഒരുപാട് എഴുതാനുണ്ട്. അത് ഇന്ന് എഴുതി തീർക്കണം. നാളെ കോളേജിൽ പഠിത്തമുണ്ട്. എന്നാ ശരിയടാ, പൊയ്ക്കോ, വാസന്തി ചേച്ചി പറഞ്ഞു. അതും പറഞ്ഞു വാസന്തി ചേച്ചി കൊച്ചുമ്മയുടെ അടുത്തേക്ക് നടന്നുപോയി. ഞാൻ നേരെ വീട്ടിലേക്കും പോയി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു. ഒരു ദിവസം വീണ്ടും പതിവ് പോലെ കൊച്ചാപ്പ ഉമ്മിച്ചായെ വിളിച്ചു പറഞ്ഞു, അവനെ വീട്ടിലോട്ടൊന്ന് വിടണേ എന്ന്. ഉമ്മിച്ച എന്നോട് കാര്യം പറഞ്ഞു. ഇന്നും അവിടെ മാജിദ ഒറ്റയ്ക്കാണ്. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ കൊച്ചാപ്പ വിളിച്ചു പറഞ്ഞു. ഞാൻ എന്റെ തുണിയൊക്കെ എടുത്തു വെച്ച് പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങി.
ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊച്ചാപ്പായുടെ വീട്ടിലേക്ക് പോയി. എങ്ങും കറങ്ങി നടക്കാതെ വേഗം തന്നെ അവിടെ എത്തി. ബൈക്ക് പോർച്ചിൽ കൊണ്ടുവച്ചു. കൊച്ചുമ്മ വന്ന് കതക് തുറന്നു. അവിടെ ചെന്നപ്പോൾ കൊച്ചാപ്പ അവിടെ ഇരിപ്പുണ്ട്. ആ, നീ വന്നോടാ അഫ്സലെ? കൊച്ചാപ്പ ചോദിച്ചു. കൊച്ചാപ്പ പോയില്ലേ? ഇല്ലടാ, വൈകിട്ട് 5 മണിക്ക് പോയാൽ മതി. പോയാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ വരാൻ പറ്റൂ. അതുകൊണ്ടാ നിന്നെ വീണ്ടും വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ചത്. ഓ, ബുദ്ധിമുട്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ കൊച്ചാപ്പ? ഞാൻ ചോദിച്ചു. കൊച്ചുമ്മയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. നീ എത്ര നാളായിടാ ഇങ്ങോട്ട് വന്നിട്ട്? കൊച്ചുമ്മ ചോദിച്ചു. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാമായിരുന്നില്ലേ നിനക്ക്? എന്ത് ചെയ്യാനാ കൊച്ചുമ്മ, ഇച്ചിരി ബിസി ആയി പോയി ഞാൻ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കോളേജിൽ പോകുന്നത് വലിയ ഭാരമുള്ള കാര്യമല്ലേ? ഇത്രയും ബിസി എന്തോന്നാടാ നിനക്ക് ഇത്രയും ബിസി? അങ്ങനെ ഓരോ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് വൈകിട്ട് 5 മണിയാകാറായി. കൊച്ചാപ്പ ഡ്രസ്സെല്ലാം മാറി പോകാനായി ഇറങ്ങി. അപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്നു നിന്നത്. കൊച്ചപ്പ യാത്രയും പറഞ്ഞ് കാറിൽ കയറിപ്പോയി. ഞാൻ കൊച്ചുമ്മയെ ഒന്ന് നോക്കി. കൊച്ചുമ്മയുടെ എടുത്തു പിടിച്ചുള്ള നൃത്തം കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. എന്തുവാടാ എന്നെ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? കൊച്ചുമ്മയുടെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് ഞാനൊന്ന് ചമ്മി. ഓ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചുമ്മ ഒരു നീല നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത്. അതിട്ട കൊച്ചുമ്മയെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. എങ്ങനുണ്ടടാ ഈ നൈറ്റി? കൊച്ചുമ്മ ചോദിച്ചു. കൊള്ളാം കൊച്ചുമ്മ, സൂപ്പർ ആയിട്ടുണ്ട്. വാ, നീ അകത്തേക്ക് കയറി വാ. ഞാൻ അകത്തേക്ക് കയറി. കൊച്ചുമ്മ ചോദിച്ചു, നീ എവിടെയാണ് കിടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, മുകളിലത്തെ മുറിയിൽ. ഞാൻ അതും പറഞ്ഞ് എന്റെ ബാഗ് എടുത്ത് മുറിയിലേക്ക് പോയി. തുണിയൊക്കെ പറക്കി അലമാരയിൽ അടുക്കി വെച്ചു. പിന്നെ താഴേക്ക് ഇറങ്ങി ഹാളിലേക്ക് വന്നു. കൊച്ചുമ്മ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഹാളിൽ വലിയൊരു LED TV ഇരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആഹാ, ഇതൊക്കെ എപ്പോൾ മേടിച്ചു കൊച്ചുമ്മ? ഞാൻ ചോദിച്ചു. അപ്പോൾ കൊച്ചുമ്മ പറഞ്ഞു, ഓ, ഇവിടെ ഇരുന്നത് ഒരു ചെറിയ TV ആയിരുന്നടാ. ഇപ്പോൾ പഴയ കാലമൊന്നും അല്ലല്ലോ. TV കാണാൻ ആളില്ലെങ്കിലും നമ്മളും കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേടാ. നീയും പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ച് ഇതുപോലൊക്കെ ഒന്ന് സെറ്റപ്പ് ആകണ്ടേ? നോക്കട്ടെ. നോക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഇങ്ങനെ പിള്ളേരുമായിട്ട് ക്രിക്കറ്റും കളിച്ച് ഫോണിൽ കുത്തിയും നടന്നാൽ എന്തോ ജോലി കിട്ടാനാ? കൊച്ചുമ്മ നോക്കിക്കോ, അതൊക്കെ അതിന്റെ സമയത്തങ്ങ് നടക്കും. ആ, എന്നാലേ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഇവിടെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ രാത്രിയിൽ എന്തെങ്കിലും കഴിക്കണ്ടേ? അതും പറഞ്ഞ് കൊച്ചുമ്മ അടുക്കളയിലേക്ക് നടന്നു. നടന്നു പോകുന്ന കൊച്ചുമ്മയെ ഞാനൊന്ന് നോക്കി. ആ പിന്നഴ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി തുളുമ്പുന്നു. ആ രംഗം ഒന്ന് കാണാനുള്ളത് തന്നെയായിരുന്നു. ഞാൻ TV ഓൺ ചെയ്ത് സെറ്റിയിലേക്ക് ഇരുന്നു. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് കൊച്ചുമ്മയുടെ വിളി. ഇങ്ങോട്ട് പാടാ, വന്നെന്നെ ഒന്ന് സഹായിക്കടാ. ദാ വരുന്നു കൊച്ചുമ്മ. ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ കൊച്ചുമ്മ പച്ചക്കറി അരിഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. വീട്ടിൽ നിന്റെ ഉമ്മ എന്ത് ചെയ്യുന്നടാ? ഉമ്മായോ? ഓ, ഉമ്മായിക്ക് എപ്പോഴും പണിയല്ലയോ? അടുക്കള പണിയും പിന്നെ കൃഷിപ്പണിയും. ഉമ്മിച്ചായ്ക്ക് നിന്ന് തിരിയാൻ സമയമില്ല കൊച്ചുമ്മ, ഞാൻ പറഞ്ഞു. ഇനി നീ വല്ലതും പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടി ഒരു പെണ്ണ് കെട്ടിയിട്ട് വേണം നിന്റെ ഉമ്മായിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. കൊച്ചുമ്മ പറഞ്ഞു ചിരിച്ചുകൊണ്ട് എന്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. പോ കൊച്ചുമ്മ, അതിനൊക്കെ സമയമുണ്ട്. ഇപ്പോൾ ഞാൻ കുഞ്ഞല്ലേ. പിന്നെ ഇപ്പോൾ നീ പൊടി കുഞ്ഞാ. ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊച്ചുമ്മ എന്നെ അടിമുടിയൊന്ന് നോക്കി. കൊച്ചുമ്മയ്ക്ക് മനസ്സിൽ എന്തോന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കൊച്ചുമ്മ ഓരോ ജോലിയിൽ ഏർപ്പെടുമ്പോഴും കുനിയുകയും നൂരുകയും ഒക്കെ ചെയ്യുമ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന ആ പിന്നഴുകൊക്കെ കണ്ട് എനിക്ക് ആകെ തരിച്ചു കയറാൻ തുടങ്ങി. അതെങ്ങനെയാ? കൊച്ചുമ്മയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കൊച്ചാപ്പ എപ്പോഴും പണമെന്ന് പറഞ്ഞ് നെട്ടോട്ടോ ഓടി നടക്കുമല്ലയോ. പിന്നെ അവരെന്തോ ചെയ്യും? അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. പാത്രം കഴുകാനായി ഞാനും കൂടി കൊച്ചുമ്മയെ സഹായിച്ചു. പാത്രം കഴുകുന്നതിനിടയിൽ വെള്ളമെല്ലാം കൂടി കൊച്ചുമ്മയുടെ നൈറ്റിയിൽ തെറിച്ചു വീണ് ഒട്ടിപ്പിടിച്ചങ്ങനെ കിടന്നു. ഞാൻ ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കി. കൊച്ചുമ്മ എന്റെ നോട്ടം കണ്ട് എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. കൊച്ചുമ്മയുടെ കണ്ണുകൾ തിളങ്ങി, ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അലറിപ്പാഞ്ഞു വന്ന തിരമാലകൾ കരയിലേക്ക് ഇരച്ചു കയറി. കടൽ പ്രക്ഷുബ്ധമായി. കുറച്ചു നേരം കഴിഞ്ഞ് കടൽ വീണ്ടും ശാന്തമായി.